തിരുവനന്തപുരം പേരൂർക്കടയിൽ പോലീസ് ട്രെയിനിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ SAP ക്യാമ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കുടുംബം ഹവിൽദാർ ബിബിൻ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും ജാതീയമായി അധിക്ഷേപിച്ചുവെന്നുമാണ് മരിച്ച ആനന്ദിന്റെ കുടുംബത്തിന്റെ ആരോപണം. എൻ്റെ പരാതി എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ SAP ക്യാമ്പ് പേരൂർക്കട നല്ല മാനസികമായിട്ട് എൻ്റെ അനിയൻ നല്ലപോലെ ടോർച്ചർ അനുഭവിക്കുന്നുണ്ട്. അവൻ എൻ്റെ അടുത്ത് കാര്യങ്ങൾ ഓണത്തിന് വന്നപ്പോഴും ചെറിയ സൂചനകൾ തന്നിട്ടുണ്ട്. എനിക്ക് ചേട്ടാ പറ്റുന്നില്ല, അവിടെ മാനസികമായിട്ട് ഞാൻ ഭയങ്കര ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെയാണ് അവൻ പറയണം. നല്ല ജാതിപരമായിട്ടും എല്ലാ ഇതുമായിട്ടും അവൻ നല്ല രീതിയിൽ അവിടെ ടോർച്ചർ അനുഭവിക്കുന്നുണ്ട്. അവനെ കപിൽദാർ എന്ന് പറയുന്ന സാറ് നല്ലപോലെ അവനെ പീഡിപ്പിക്കുന്നുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും അവനെ തളർത്തിയാണ്. ഈ 3 മാസം കൊണ്ട് അവൻ നല്ല രീതിയിൽ അവിടെ നല്ല ഡിപ്രഷൻ അനുഭവിക്കുകയാണ്. അതാണ് അവൻ ഓരോന്നും അപ്പോഴും അമ്മയും ആരെയും അറിയിക്കേണ്ട അവൻ മുന്നോട്ടുള്ള ഭാവി എന്താവും എന്ന് അങ്ങനെ ചിന്തിച്ചാണ് അവൻ ഓരോന്നും പറയാതെയും അവൻ ഉൾക്കൊണ്ട് മാനസികമായിട്ട് അവൻ തളർന്നു പോയത്. ബിബിനാണ് അവിടുത്തെ തസ്തിക എന്ന് പറഞ്ഞാൽ കപിൽദാറാണ് അവരെ മേലോട്ട് കൊണ്ടുപോകണത്. അവരൊക്കെ പരേഡും കാര്യങ്ങളും അങ്ങനെ ചിട്ടയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ എന്നെ അവിടെ ഇട്ട് ഉരുട്ടയാണ്, ഞാൻ പലതും കണ്ടില്ല എന്ന് സഹിച്ച് നിൽക്കുകയാണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസം കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ചികിത്സയിലായിരുന്ന SAP ക്യാമ്പിലെ ആനന്ദിനെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മനീഷ്, ഒരു ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞാണ് ഇപ്പോൾ കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്. കുടുംബത്തിന്റെ പക്കൽ മതിയായ തെളിവുകളുണ്ടോ? ഇവർ പരാതി നൽകിയിട്ടുണ്ടോ? പ്രവിത, ഈ മരണത്തിന് മുൻപേ തന്നെ കുടുംബത്തിന് ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ കൃത്യമായി ആനന്ദ് പറഞ്ഞിരുന്നു എന്നാണ് നിലവിൽ കുടുംബം പറയുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ തന്നെ അതിനെ അതിജീവിച്ചുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി മകൻ വരട്ടെ, ഈ സമയത്ത് തന്നെ ഇങ്ങനെ പരാതികളൊക്കെ തന്നെ അങ്ങനെ പരാതിപ്പെട്ടാൽ അത് മകൻ്റെ കരിയറിനെ ബാധിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടായിരുന്നു കുടുംബം ആദ്യഘട്ടത്തിൽ പരാതി നൽകാതിരുന്നത്. ഓണത്തിന് അവസാനമായി ആനന്ദ് വീട്ടിലേക്ക് എത്തിയ സമയത്ത് സഹോദരനോട് ഈ രീതിയിൽ മർദ്ദനമേൽക്കുന്ന വിവരം ശാരീരികമായി പീഡിപ്പിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ഒപ്പം തന്നെ ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്ന കാര്യം കുടുംബത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ അതിജീവിച്ചു കൊണ്ടുവരണം എന്ന ഉപദേശമായിരുന്നു സഹോദരൻ നൽകിയത്. പക്ഷേ പിന്നീടാണ് അനുജനെ കാണാൻ വേണ്ടി എത്തിയപ്പോഴും ശരീരത്ത് പലയിടങ്ങളിലും പാടുകൾ കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മരണം സംഭവിച്ച ശേഷവും തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത്. അതിനുശേഷം ശരീരത്ത് പലയിടങ്ങളിലും പാടുകളുണ്ട് എന്ന് സഹോദരൻ ആരോപിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് പേരൂർക്കട പോലീസിന്റെ പ്രാഥമിക നിഗമനം ആത്മഹത്യ എന്ന് തന്നെയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ലഭ്യമാകാനുണ്ട്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ ഹവിൽദാർ ഒരു ബിബിൻ്റെ പേരിലാണ് പരാതി നൽകിയിട്ടുള്ളത്. അങ്ങനെ മുതിർന്ന ബിബിൻ അടക്കമുള്ള ചില ഉദ്യോഗസ്ഥർ മാനസികമായി ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആനന്ദ്. അങ്ങനെ ആനന്ദിനെ ആ രീതിയിൽ ജാതീയമായി അധിക്ഷേപിച്ചു. അങ്ങനെ ആദിവാസി വിഭാഗത്തിൽ വരുന്ന ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനാകാൻ പാടില്ല, നിനക്കെന്ത് യോഗ്യതയുണ്ട് തരത്തിലുള്ള രീതിയിലുള്ള അപമാനം അധിക്ഷേപം നടത്തി എന്നൊക്കെയാണ് കുടുംബത്തിൻ്റെ അറിവ്. നേരത്തെ വീട്ടിൽ വന്ന് പറഞ്ഞ സമയത്ത് അതിൽ സംബന്ധിച്ച് പരാതി നൽകിയിരുന്നില്ല. പക്ഷേ അത് മറ്റു കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും, അത് പ്രശ്നങ്ങളാക്കേണ്ട എന്ന് കരുതിയാണ് കുടുംബം എവിടെയും പരാതിപ്പെടാതിരുന്നത്. അങ്ങനെ കടുത്ത മാനസിക വിഷമത്തിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതും പിന്നീട് ഇപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇടപെട്ട് ആനന്ദിന് ഒരാളെ കൂടി ആനന്ദിനെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആനന്ദിനെ ശ്രദ്ധിക്കാൻ ഒരാളെ കൂടി ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിനുശേഷവും കൊടിയ രീതിയിലുള്ള റാഗിങ് അനുഭവിക്കേണ്ടി വന്നു. ഏതാനും മാസങ്ങൾ 3 മാസം ആകെ 9 മാസത്തെ ട്രെയിനിങ് ആണ് SAP ക്യാമ്പിലുള്ളത്. അതിൽ 3 മാസത്തിനിടെ തന്നെ ഗുരുതരമായിട്ടുള്ള തരത്തിലുള്ള ഇടപെടലായിരുന്നു മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന ആരോപണമാണ് കുടുംബത്തിനുള്ളത്. ഇത് സംബന്ധിച്ചെന്താണെങ്കിലും മുഖ്യമന്ത്രിക്ക് കൂടി പരാതി കൊടുക്കുമെന്നാണ് കുടുംബം അറിയിക്കുന്നത്. പ്രവിത, മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.